മഴ തോരും മുൻപല്ലേ പുത്തൻ വിശേഷത്തിലെ ഏവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ അങ്ങനെ മനുവിനോട് സംസാരിക്കുകയാണ്. മനു പറയണം, എന്ത് പറ്റി അങ്കിളെ, അങ്കിൾ എന്ത് പറ്റി ഇത്രയും വിഷമത്തിലാവാനുള്ള കാരണം, അങ്കിളിന് എന്ത് പറ്റിയെന്ന് മനു ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പം മനു പറയാണ്, ആൻറ്റിക്കാണെങ്കിൽ അങ്കിളിനെ കാണണമെന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, എന്നെ ആരും കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പം മനു പറയാണ്, ആരെങ്കിലും കേട്ടാൽ എന്ത് പറയും, അങ്കിള് ആണെങ്കിൽ ആൻറ്റിയെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയുമെന്ന് മനു ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ പറയാണ്, ഞാൻ വൈജ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും അറ്റാക്ക് വരും. ഞാൻ വീണ്ടും അറ്റാക്ക് വന്ന് ഈ ബെഡിൽ തന്നെ കിടക്കണം എന്നാണോ നീ പറയുന്നതെന്ന് നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കണം. അപ്പം മനു പറയാണ്, വേണ്ട അങ്കിളെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാലേന്ദ്രൻ അലീനെ തിരക്കാണ്. അപ്പോൾ അലീന വീട്ടിൽ പോയി. ആൻറ്റി ആണെങ്കിൽ അലീനെ പറഞ്ഞ് വീട്ടിൽ വിട്ടെന്നും മനു ഇങ്ങനെ ബാലേന്ദ്രനോട് പറയുകയാണ്. അലീനയാണ് അങ്കിളിനെ രക്ഷപ്പെടുത്തിയെന്നും ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലാക്കിയതും വേണ്ടുന്ന ശുശ്രൂഷ തന്നതും അലീനയാണെന്ന് നമ്മുടെ ബാലേന്ദ്രനോട് മനു പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ കലിപ്പിൽ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നപ്പോൾ അലീനയാണ് ഡോറ് തുറക്കുന്നത്. അപ്പോൾ അലീനെ കണ്ടപാടെ വൈജയ്ക്ക് അങ്ങ് ദേഷ്യമായി. അല്ലെങ്കിൽ അലീനെ എപ്പോൾ കാണുന്നു അപ്പോഴത്തേക്ക് വൈജയ്ക്ക് അങ്ങ് ഭയങ്കര ദേഷ്യവും കുറ്റപ്പെടുത്തലുമാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചു. അപ്പം നമ്മുടെ വൈജ അലീനയോട് ചോദിക്കുകയാണ്, നീ ആണെങ്കിൽ രോഹിത്തിൻ്റെ കാര്യം ബാലചന്ദ്രനോട് പറഞ്ഞോ? അപ്പം അലീന പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. അപ്പം പറഞ്ഞു, നീ പറഞ്ഞു, അതുകൊണ്ടാണ് ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ വന്നതെന്നാണ് വൈജ പറയുന്നത്. അപ്പം അലീന പറയണ്ടേ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞെന്ന് തന്നെ ഞാൻ പറയും, അല്ലാതെ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് നമ്മുടെ അലീന പറയണം. അപ്പം വൈജ പറയുക, നിനക്ക് ഇച്ചിരി ധൈര്യം കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. ഇതിനെല്ലാം കാരണം നീ എന്ന് ഈ വീട്ടിൽ വന്നു അന്ന് മുതൽ ഈ വീട്ടിലെ ദുരിതം തുടങ്ങി, നീയാണ് ഇതിനെല്ലാം കാരണമെന്ന് നമ്മുടെ വൈജ പറയാണ്. അലീന ചോദിക്കുന്നു, അല്ലാതെ മക്കളെ വളർത്തി വഷളാക്കിയ എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല അല്ലേ, എൻ്റെ കുഴപ്പം കൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടായെന്ന് അലീന ഉടനെ തിരിച്ച് വൈജ എടുത്ത് ചോദിക്കുന്നു. അപ്പോൾ വൈജയ്ക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് ഷോക്കാണ്. വൈജ ചോദിക്കുന്നത്, ഞാൻ മക്കളെ വളർത്തിയതിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിനക്ക് അമ്മയില്ലാതെ നീ വളർന്നതിൻ്റെ കുഴപ്പമാണെന്ന് നമ്മുടെ വൈജ അലീനയോട് പറയുകയാണ്. അപ്പോൾ അലീന പറയാണ്, അമ്മയില്ലാതെ വളർന്നത് ഗുണമാണെന്ന് ഇപ്പം തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഗുണങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ഒരു പക്ഷേ എന്നെ അമ്മ വളർത്തിയതെങ്കിൽ ഇതിലേക്കൊക്കെ വളരെ മോശമായി പോയനെന്ന് ഉടനെ നമ്മുടെ അലീന പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന അങ്ങ് കയറിപ്പോവുകയാണ്. അതുപോലെ തന്നെ ഈ വൈജ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ രോഹിത് എന്ന് പറയുന്ന ഒരു ചെറുക്കനുണ്ടല്ലേ, അവനാണെങ്കിൽ ആഹാരവും കഴിക്കാതെ വെള്ളം കുടിച്ച് നടക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീന പറഞ്ഞായിരുന്നു, എത്ര ദിവസത്തേക്ക് വെള്ളം കുടിച്ച് വെക്കും, ആഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയും. അപ്പോൾ രോഹിത് പറയും, എനിക്കിവിടെ സ്പെഷ്യൽ ഒന്നും വേണ്ട, എനിക്ക് വേണ്ടി സ്പെഷ്യലൊന്നും ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അലീന പറയും, സ്പെഷ്യലൊന്നും അല്ല, ഇവിടെ ഉള്ളത് എടുത്ത് തരാമെന്ന് അലീന പറയും. അപ്പോൾ രോഹിത് പറയും, എനിക്ക് വേണ്ടി ഒരു കുന്തവും ചെയ്യണ്ട എന്ന് രോഹിത് പറയും. അത് കഴിഞ്ഞാണ് നമ്മുടെ വൈജ വരുന്നതും വൈജ വന്ന് അലീനയോട് ഇത്രയൊക്കെ ചൂടായി വന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയെടുത്താണ്. മുത്തശ്ശിയെടുത്തിരുന്ന് അലീന കരയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നത്, എന്ത് പറ്റി മോളെ, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന്. അപ്പം നമ്മുടെ അലീന പറയുകയാണ്, ഞാൻ കാരണമാണ് ബാലേന്ദ്രൻ സാറിന് ഇങ്ങനെ വന്നതെന്നും ഇപ്പം ഹോസ്പിറ്റലിൽ ആവണ കാരണമൊക്കെ ഞാനാണെന്ന് നമ്മുടെ മാഡം പറയുന്നതെന്ന് മുത്തശ്ശിയോട് പറയും. അപ്പം മുത്തശ്ശി പറയാണ്, അവൾക്ക് എന്ത് വേണം, ആരുടെ തോളയിൽ കുറ്റം പറയണമെന്നും പറഞ്ഞിരിക്കുകയാണ്. അവളെന്ന് നന്നാവുന്ന അന്നേ ഈ കുടുംബം ശരിയാവത്തുള്ളൂ. നീ അവനെ രക്ഷിച്ചിട്ട് ഇപ്പോൾ നിനക്ക് കുറ്റമായി, നിനക്കറിയാമല്ലോ അവളുടെ എന്ന് മുത്തശ്ശി പറയുകയാണ്. അപ്പം അലീന കരഞ്ഞോണ്ട് പറയാണ്, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ മുത്തശ്ശി പ്രതികരണം, ഞാനായതുകൊണ്ടാണ് മാഡം ഇത്രയും ദേഷ്യത്. ഞാൻ എന്ന് ഈ വീട്ടിൽ വന്നു അന്ന് മുതലാണ് ഇവിടുത്തെ പ്രശ്നം തുടങ്ങിയതെന്നാണ് മാഡം പറയുന്നത്. നമ്മളെ വൈജയന്തി പോയി എന്താണ് ബാലചന്ദ്രന് വന്ന മാറ്റത്തിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ബാലചന്ദ്രൻ്റെ മുറിയിൽ കയറി ഓരോരോ പരിശോധന അവിടെ ഇവിടെയൊക്കെ പരിശോധിക്കുന്നു. അപ്പം മേശ തുറക്കുമ്പോൾ മേശയ്ക്കകത്ത് ഒരു തോക്ക് കിട്ടുകയാണ്. തോക്ക് കണ്ട് വൈജ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. പിന്നെയും അവിടെ ഇവിടെയൊക്കെ കിടന്ന് തപ്പുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുന്നു. ഫോണും ലോക്കൊക്കെ അഴിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഒന്നും കിട്ടാതെ ഇങ്ങനെ വൈജ അവിടെ എല്ലാം പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വൈജയ്ക്കൊന്നും കിട്ടുന്നില്ല അവിടുന്ന്. എന്താണ് ഇത് കാര്യമൊന്നും, ബാലേന്ദ്രൻ്റെ ഈ മാറ്റത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് വൈജ നോക്കുന്നത്. പക്ഷേ വൈജയ്ക്കൊന്നും കിട്ടുന്നില്ല, വൈജയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ കാണിക്കുന്നത് ബബിത അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ചെറുക്കനോടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അലീന അങ്ങോട്ട് വരികയും ബബിതയും ആ ചെറുക്കനും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര
സന്തോഷത്തോടെ ചിരിച്ചൊക്കെയാണ് ബബിത സംസാരിക്കുന്നത്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായില്ല ഇത് ആരാണ് എന്ന് ഇത്രയും സന്തോഷത്തോടെ ചിരിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പം അലീന അവിടെ നിന്ന് ആരോടാണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് ഏതോ ഒരു ചെറുക്കനോടാണ് സംസാരിക്കുന്നത് അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ചെറുക്കനാണെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യുന്ന കാര്യവും കറങ്ങാൻ പോകുന്ന കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പം ബബിത പറയുകയാണ് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് അന്നേരം അമ്മയുടെ ഫോണിൽ മെസ്സേജ് വരും. ആ ചെറുക്കൻ പറയുകയാണ് എങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കോളേജിലൊക്കെ എന്തിനാണ് പോകുന്നത്, നമുക്കൊരു സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബബിത സംസാരിക്കുന്നത് നമ്മുടെ അലീന കാണുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ബബിത നോക്കുന്നത് അലീനയുടെ മുഖത്തോട്ടാണ്. അപ്പോൾ ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് വയ്യാതെ അറിയാതെ ഇങ്ങനെ നിൽക്കുന്നതാണ് സീൻ കാണിച്ചാൽ നിർത്തുന്നത്. അലീനയാണെങ്കിൽ ബബിതയെ നോക്കി ഒരു ചിരിയും ചിരിക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.